നമസ്കാരം. തിരുവാതിര എന്ന വളരെ വിശേഷമായ ദിനത്തെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. മഹാദേവന്റെ പിറന്നാൾ ദിനമായ തിരുവാതിര ദിവസം എടുക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. സ്ത്രീകളുടെ ഒരു ഉത്സവമായാണ് പണ്ടുകാലങ്ങളിൽ തിരുവാതിര കൊണ്ടാടിയിരുന്നത്. ദേശാന്തര വ്യത്യാസങ്ങൾ ചടങ്ങുകളിൽ കാണപ്പെടാമെങ്കിലും ഏവരും ആഘോഷമായി തന്നെ ഈ ദിവസം നോക്കിയിരുന്നു. ദീർഘസുമംഗലിയായി ഇരിക്കാനും നല്ല വിവാഹം നടക്കാനുമൊക്കെ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഭർത്താവിന് ദീർഘായുസ്, കുടുംബ ഐക്യം, ഐശ്വര്യം, കലഹങ്ങൾ ഒഴിവാകുക, ദാമ്പത്യ സുഖം, സന്താന സൗഖ്യം, കല്യാണം നടക്കാത്തവർക്ക് ഇഷ്ടമാംഗല്യ സിദ്ധി, പ്രണയ സാഫല്യം തുടങ്ങി ദാമ്പത്യപരമായ എല്ലാ കാര്യങ്ങൾക്കും ശുഭഫലമേകുന്ന വ്രതമാണ് ഇത്. തിരുവാതിര കളിക്കുക എന്നത് മാത്രമല്ല, ഇതിന് മറ്റു ചടങ്ങുകളുമുണ്ട്. തിരുവാതിരയുടെ ചടങ്ങുകൾ ക്രമത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ രീതികളും വ്യക്തമായും വിശദമായും പറയുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. മകയിരം മുതലാണ് വ്രതം ആരംഭിക്കുന്ന പതിവുള്ളത്. മകയിരം നാളിൽ വ്രതമെടുക്കുന്നത് മക്കളുടെ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും വേണ്ടിയാണ്. ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് എട്ടങ്ങാടി നിവേദ്യം. തിരുവാതിര ദിനത്തിൽ ദേശവ്യത്യാസം അനുസരിച്ച് ഉപവാസമായോ പഴവർഗ്ഗാദികൾ കഴിച്ചോ കിഴങ്ങുവർഗ്ഗങ്ങൾ ഭക്ഷിച്ചോ ഒക്കെ വ്രതമെടുക്കാവുന്നതാണ്. ധാന്യഭക്ഷണം പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവാതിര തിഥി കഴിഞ്ഞതിന് ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. തിരുവാതിര തിഥി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസം വേണം ഉറക്കമൊഴിയൽ, പാതിരാപ്പൂ ചൂടൽ തുടങ്ങിയ ചടങ്ങുകൾ ചെയ്യാൻ. 2025 ജനുവരി 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മുതൽ ജനുവരി 12 ഞായറാഴ്ച പകൽ 11:26 വരെ മകയിരം നക്ഷത്രമാണ്. ആയതിനാൽ മകയിരം നക്ഷത്രത്തിൽ വ്രതമെടുക്കുന്നവർ ശനിയാഴ്ച എടുക്കുക. എട്ടങ്ങാടി നിവേദ്യം അന്നാണ് നടത്തേണ്ടത്. 12-ാം തീയതി പകൽ 11:26 മുതൽ 13 തിങ്കളാഴ്ച രാവിലെ 10:39 വരെയാണ് തിരുവാതിര നക്ഷത്രമുള്ളത്. അതുകൊണ്ട് തന്നെ ഉറക്കമളയ്ക്കുന്നതും മറ്റും ഞായറാഴ്ച രാത്രിയാണ്. തിങ്കളാഴ്ച 10:39 ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാവൂ. ശിവൻ തന്റെ തൃക്കണ്ണാൽ ഭസ്മമാക്കിയ കാമദേവനെ തിരികെ കിട്ടാൻ പത്നിയായ രതീദേവി അനുഷ്ഠിച്ച വ്രതമാണ് തിരുവാതിര വ്രതം. അത്രയും ശക്തിയുള്ള ഈ വ്രതം അനുഷ്ഠിക്കാനും ഫലം സിദ്ധിക്കാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വീഡിയോകളുടെ ലിങ്ക് ചെക്ക് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. നന്ദി, നമസ്കാരം.